ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചേച്ചി അനിയത്തിയും കൂടെ ഉള്ള ഒരു വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഇവിടെയൊക്കെ നിർത്തണം എന്നുണ്ട്, പക്ഷേ നൈറ്റാണ് ഇവിടെ കുറച്ചും കൂടെ രസം ഉണ്ടാവുക. പല വ്യൂ പോയിൻറ്റും നൈറ്റായിരിക്കും കുറച്ചും കൂടെ കാണാൻ രസം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിർത്താഞ്ഞ്. പിന്നെ പോണ വഴിക്കിലൊക്കെ കുരങ്ങന്മാരെ കണ്ടു, മലയണ്ണനെ കണ്ട്, കരിങ്കുരങ്ങിനെ കണ്ട് ഒക്കെ വീഡിയോ എടുക്കണം എന്നുണ്ട്, പക്ഷേ പറ്റണില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേനും വണ്ടി വേറെ എവിടെയോ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഈ റീൽസിലല്ലാതെ വീഡിയോസിലല്ലാതെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ വയനാട് പോയിട്ടുണ്ടോ ചോദിച്ചാൽ ഇതിന് മുമ്പൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കറങ്ങാനായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഈ സ്പോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ദേ ഒരാൾ പോകുന്നു, അപ്പുറത്തെ ഒരാളെ കയ്യിൽ ഫുഡ് എന്തോ കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുള്ള പോക്കാണ്. പിന്നെ ഞാൻ വണ്ടി കയറാൻ പോകുന്നതിന് മുന്നായിട്ട് ഒരു കാറിൽ ലേബർ ഡോഗാണ് തോന്നുന്നുണ്ട്, അവരത്രയും കെയർ ചെയ്തിട്ട് ആളെ കറങ്ങാനൊക്കെ കൊണ്ടുവരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കയറില്ല, അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വയനാട് നമ്മൾ കയറിയിട്ടുണ്ട് വയനാട്ടിലേക്ക്. ആദ്യം നമ്മൾ പോകുന്നത് എന്നൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ നേരത്തെ എത്തിയൊരു 8:45 ആകുമ്പോഴത്തേന് എത്തിയിട്ടുണ്ട്. 9 മണിക്ക് അവിടെ നിന്ന് ടോക്കണമെന്ന് പറഞ്ഞു ടിക്കറ്റ് തരുള്ളൂ. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാനുണ്ടോ. ഒരു ഫാമിലി 50 പേര് ഒരുമിച്ച് ട്രിപ്പ് ഇറങ്ങിയതാണ് കേട്ടോ. അവരെ ഫാമിലിക്ക് തന്നെ വേണ്ടി വന്നൊരു 7-8 ജീപ്പോളം. പക്ഷേ അങ്ങനെ ആ ഒരു ഫാമിലിയായിട്ട് വരുമ്പോൾ തന്നെ നല്ല വൈബാണ് കേട്ടോ, കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ കയറി നമ്മുടെ യാത്ര തുടരുകയാണ്. ജീപ്പ് കയറുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചിട്ടോ, കാരണം ബാക്കിൽ ഉള്ളിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കയറി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ തന്നെ കിട്ടി, അതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ കൊടുത്ത് നമ്മളാണ് ആദ്യം കയറുന്നത്, കാരണം ഞങ്ങൾ നല്ല സ്പീഡിലാണ് പോണേ. ഒരു കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ, കയറ്റം കുറച്ചൊക്കെ ആയപ്പോൾ പിന്നെ കിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിയപ്പോൾ ചേച്ചി പറയാം ഇനി അങ്ങോട്ട് പോകണം. ഞാൻ പറഞ്ഞു എന്തിനാ പിന്നെ വന്ന് കാണാനല്ലേ, എന്തായാലും വേണം, എന്നാൽ ഞാൻ വരണം. ഞാൻ വരണം, രണ്ടാളും ഒരുമിച്ചല്ലേ വന്നത്. അങ്ങനെ രണ്ടാളും കൂടെ പോവാണ് കേട്ടോ. സ്പോട്ട് നല്ല ഭംഗിയാണ് കേട്ടോ, പക്ഷേ ഇന്ന് കുറച്ച് തണുപ്പ് കുറവാണ്. അവിടെ നിന്ന് തന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇന്ന് തണുപ്പ് പൊതുവേ കുറവാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ എന്നൂർ എത്തിയിട്ടുണ്ട്. നടന്ന് ക്ഷീണിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കാൻ ചെറിയൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഇരുന്ന് ആസ്വദിച്ച് പോവാം. ഇവിടുന്ന് ഈ സ്പോട്ട് നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. ആ ഊര് മൊത്തം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും തുറന്നിട്ടില്ല, കാരണം നമ്മൾ നേരം വൈകിട്ടാണെന്ന് പറയുന്നത്, നേരത്തെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ എന്നൂരിലേക്ക് ഓരോ വീടും കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ് ഉള്ളതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളാണ് ആദ്യം ഊര് കാണാൻ വേണ്ടിയിട്ട് കയറണത്. അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തിൽ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ സമാധാനത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തൊരു കൂളിംഗ് അവിടെ. ഇത് പണ്ട് അവർ മീനൊക്കെ ആക്കിക്കുന്ന വെള്ളം ശേഖരിച്ചേക്കുന്നത്. ഇത് മറ്റേ പകിട വയ്ക്കില്ലേ? ആ പകിട പമ്പരം. പിന്നെ ഇത് പെസായം. ഇതൊക്കെ ഓരോരുത്തർ കോൺട്രിബ്യൂട്ട് ചെയ്ത. ഇവിടെ ഒന്നുമില്ല. ഇത് അതേപോലെ ആദിവാസികളുടെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഇത് മറ്റേ മുളകൊണ്ട് നെയ്ത ബ്രൈറ്റ്നെസ് ആക്കില്ല. ഇത് അരയ്ക്കുന്നില്ലേ, കൂളിംഗ് ആണ്, നല്ല സുഖം, തണുപ്പുണ്ട്. ഇത് കുഴപ്പമില്ല, തണുപ്പുണ്ട്. ഈ മഴ ഇതാണ് ഒന്നാമത് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇപ്പം എന്താ പറയുക, വലിയ വീതി കൂടുതലാ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാ അത് വീഴാൻ പോണത്. സ്റ്റെപ്പ് ഇറങ്ങാൻ പാടില്ല, കയറാനാ പാട്. കാത്തേനീറ്റ് കോയിൻ ചെയിന് 5 രൂപ കോയിൻ്റെ ചെയിന്. ഇത് മണീൻ്റെ വാളാക്കി കമ്പികളായിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആരോ ഈ കമ്മൽ ഉണ്ടാക്കിയിടണ ഞാൻ കണ്ടിണ്. എടുത്തരാലോ മോള.
ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല വെയിലുണ്ട്, പക്ഷേ ഈ ഓരോ വീടിനും അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അതേപോലെ തന്നെ മുറ്റമൊക്കെ ചാണകമൊക്കെ തേച്ച് നല്ല നീറ്റാക്കിയിട്ട്, അതേപോലെ അവരുടെ ആ ഒരു ട്രഡീഷൻ നല്ല രീതിയിൽ അവർ കാണിച്ചിട്ടുമുണ്ട്. അവർ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, മുരം, അവർ കുക്കിംഗ് ചെയ്ത രീതി, അത് നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ആലോചിക്കും നമ്മുടെ ഓടിട്ട വീടൊക്കെ കുറേ കാലം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചിട്ടോ, പണ്ടുണ്ടായിരുന്നതൊക്കെ തന്നെയല്ലേ ഈ ഒരു ഊരോ കാര്യങ്ങളൊക്കെ. എനിക്ക് ഇവിടെ വന്നപ്പം കുറച്ച് മടുപ്പ് തോന്നിയ കാര്യം സ്റ്റെപ്പ് കയറലും ഇറങ്ങലാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ, ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിലൊക്കെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുക, ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. വണ്ടി എടുത്ത് വരാം. ഇവരെ വണ്ടിയല്ലേ പണ്ടത്തെ പോലെ കപ്പാസിറ്റിയിൽ നടക്കാൻ പറ്റുന്നില്ല. ഓവരാ ഒരു കാലാവസ്ഥ ആ കാലത്ത് എങ്ങനെയാണോ ഓരോ ട്രഡീഷൻ മാത്രമേ പുറത്തേക്കുള്ള വഴി കുറെ കാലം കഴിഞ്ഞാലും ഇമ്പളത് അങ്ങനെ തന്നെയാവും. ഓക്കെ പൈലന്റ് കയറി എന്നാ പറയും ഔട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട് മണ്ടന്മാരി. നീ അത് വിശ്വസിച്ചു, അപ്പൊ നീ ആരായി? രസമില്ലേണ്ടല്ലോ കേട്ടോ, പക്ഷെ ചെവി വേദന, തലവേദനയാവും കുറെ നേരം അങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം അങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങാൻ പോവാണ്. സ്വാതന്ത്ര്യം കിട്ടൊരു ഫീൽ. അച്ഛൻ വണ്ടി എടുത്തു. സ്വാതന്ത്ര്യ സമര പോരാളി വീട്ടിലെത്തുമ്പോൾ പ്രശ്നം അതല്ല, വീട്ടിൽ നിന്ന് അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ ഇന്നലെ രാത്രി വണ്ടി എടുത്ത് പോണ്ടാന്ന് പറഞ്ഞാൽ പോണ്ട, അത് ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾ പഴയ ചിന്താഗതിയുള്ള അച്ഛന്മാരെ പോലെ ആവല്ല, ന്യൂജനാവ്. അപ്പൊ അവൾക്ക് ചെറുതായിട്ടൊന്ന് കൊണ്ട് അപ്പൊ ചെറുതായിട്ടൊന്ന് കൊണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു എപ്പോഴാ നിങ്ങൾ പോണേ? ബസ്സിൽ നിന്നൊക്കെ മാറി വണ്ടിക്ക് പോവാതായി. എന്നിട്ട് എപ്പോഴാ നിങ്ങൾ പോണേ? 6 മണിയൊക്കെ ആകുമ്പോഴേ പോവുള്ളൂ. അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നും. പക്ഷെ രാവിലെ എണീറ്റിട്ടും കൂടെ ഇല്ല. വാതിൽ തുറന്ന് വാതിലെടുത്ത് അവിടെ വന്ന് നിൽക്കൂല. നമ്മളെവിടെയും പോവാണെങ്കിൽ ഭയങ്കര പിണക്കം. ഇനി തീർക്കണം. അരിനെല്ലിക്ക് മേടിച്ചു കൊടുത്ത പിണക്കം തീർക്കാം പറ്റുള്ളൂ. പക്ഷെ കിതക്കാൻ തുടങ്ങി. എന്നെ കറക്റ്റ് അണ്ണച്ചിൻ്റെ എൻ്റെത്. ഇവിടുത്തെ ആ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഊഞ്ഞാല കണ്ട ഭയങ്കര വീക്ക്നെസ്സാണ്, പക്ഷേ ഞാൻ പോയില്ല. കാരണം ഇവിടെ കുറേ ചെറിയ മക്കളാണ്. പിന്നെ ആൾക്കാർ വിചാരിക്കില്ല ഈ കുട്ടിക്ക് എന്താ പ്രാന്താണോ എന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞങ്ങളാണ് ആദ്യം കയറുന്നത്, ഞങ്ങളാണ് ആദ്യം ഇറങ്ങുന്നത്. ജീപ്പിലൊക്കെ കയറുന്ന സമയത്ത് പോകുന്ന സമയത്തെ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാനൊന്നുമില്ലേ, നിങ്ങൾ എന്താ പെട്ടെന്ന് പോണേ? ഞങ്ങൾക്ക് അടുത്ത സ്പോട്ടിൽ പോകണ്ടേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി വിശേഷം.